भक्तिर्भवति नैष्टिकी कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार शिवासदि गौरभक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण। ശ്രീമദ്ഭാഗവതം മൂന്നാമത്തെ സ്കന്ധം 25-ാമത്തെ അധ്യായത്തില് 24-ാമത്തെ ശ്ലോകം എടുത്തോളൂ. സയേതേ സാധവാ സാധ്വീ സർവസംഘവിവർജിതാഃ സംഘസ്തേഷ്വതാ ते प्राप्य प्रार्थ्य संगदोष हराहिदे। तयेदे साधवा साध्वी सर्वसंग विवर्जिताः संगस्तेष्वदते प्रार्थ्य संगदोष हराहिदे। तयेदे साधवा साध्वी सर्वसंग विवर्जिताः संगस्तेषदते प्रार्थ्य संगदोष हराहिदे। हरे कृष्ण। हरे कृष्ण। ചൊല്ലിക്കൊള്ളൂ മതായി, ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. ദ്വിതീയ സ്കന്ധത്തിൽ ഏതാ അധ്യായമാണ്? തൃതീയ സ്കന്ധത്തില് 25-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തഏതേ സാധവ സ്വാദി സർവസംഗ വിവർജിതാഃ സംഗസ്തേഷ്വദതേ പ്രാർത്ഥ്യ സംഗദോഷഹരാഹിതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തയേതേ സാധവാ സാധി സർവസംഗവിവർജിതാഃ സംഗസ്തേഷ്വധാത്തെ പ്രാർത്ഥ്യ സംഗദോഷഹരാഹിതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തായേതേ സാധവ സ്വാതി സർവസംഗ വിവർജിതാഃ സംഗസ്തേഷ്വദാതേ പ്രാർത്ഥ്യ സംഗദോഷഹരാഹിതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 24. സ ഏതേ സാധവാ സാധ്വി സർവസംഗ വിവർജിതഃ സംഗദേസ്തേഷുദാത്തെ പ്രാർത്ഥ സംഗദോഷഹരാഹിതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ഭഗവതേ വാസുദേവായ. ശ്ലോകം 24. തായേതേ സാധവാ സാധ്വി സർവസംഗ വിവർജിത സംഗസ്തേഷാ തേ പ്രാർത്ഥ്യ
സംഘദോഷഹരാഹിതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത ഏതോ സാധവാസാദി സർവസംഗ വിവർജിതാഃ സംഘസ്തേഷാദതേ പാർത്യ സംഘദോഷഹരാഹിതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 24. തയേതേ സാധവാസാദി സർവസംഗ വിവർജിതാഃ സംഘസ്തേഷുതേ പ്രാർത്ഥ്യ സംഘദോഷഹരാഹിതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാളെ വേർഡ് മീനിങ്ങും ട്രാൻസ്ലേഷനും ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനാണോ പ്രഭു? വേർഡ് മീനിങ്, വിവർത്തനം, പിന്നെ ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഓം ഹരേ കൃഷ്ണ. ഓം ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. വിവർത്തനം, ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. വിവർത്തനം. ഓ എന്റെ മാതാവേ, ഓ ധർമ്മിഷ്ഠയായ വനിതേ, എല്ലാവിധ ആസക്തികളിൽ നിന്നും മോചിതരായ മഹാഭക്തന്മാരുടെ ഗുണങ്ങളാണിവ. ഭൗതികാസക്തിയുടെ ദോഷഫലങ്ങളുടെ പരിഹാരത്തിനായി അത്തരം വിശുദ്ധ വ്യക്തികളുടെ പ്രിയം നേടണം. അടുത്ത വായിക്കട്ടെ പ്രഭു. എന്താ മാതാജി? ഭാവാർത്ഥം വായിക്കട്ടെ പ്രഭു. വായിക്കണം. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. ഭൗതികാസക്തികളിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സാധുക്കളോട് അല്ലെങ്കിൽ ലൗകിക താല്പര്യങ്ങളിൽ നിന്ന് സമ്പൂർണമായി സ്വതന്ത്രരായ ഭക്തന്മാരോട് മമത വളർത്തണമെന്ന് കപിലമുനി ഇവിടെ തന്റെ മാതാവിനെ ഉപദേശിക്കുന്നു. ഭഗവത് രാജ്യത്തിൽ പ്രവേശിക്കാൻ ആർക്കാണ് യോഗ്യതയെന്ന് ഭഗവത്ഗീത 15-ാം അധ്യായം 5-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിർമ്മാന മോഹാജിത സംഘദോഷ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാവിധ ഭൗതിക ഉടമസ്ഥതകളുടെയും ഗർവിഷ്ഠമായ അവസ്ഥയിൽ നിന്ന് പരിപൂർണമായി മോചനം നേടണമെന്നാണ് പരമാർശം. ഒരു വ്യക്തി ഭൗതികമായി അതിസമ്പന്നനും ഐശ്വര്യവാനും ബഹുമാനിതനും ആയിരിക്കാമെങ്കിലും അവൻ ആധ്യാത്മിക രാജ്യത്തേക്ക് പരിണമിക്കപ്പെടുവാൻ അഭിലഷിക്കുന്ന പക്ഷം, ഭഗവാനിലേക്ക് തിരികെ പോകുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം, അവൻ ഭൗതികമായ ഉടമസ്ഥതയുടെ ഗർവങ്ങളിൽ നിന്ന് സ്വതന്ത്രനായി തീരും. ഒരുവനെ ധനികനെന്നും ദരിദ്രനെന്നും തെറ്റായി വിലയിരുത്തുന്നതിനെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മോഹം എന്ന പദം അർത്ഥമാക്കുന്നത്. ഈ ഭൗതിക ലോകത്തിൽ ഒരുവൻ വളരെ ധനികനെന്നും ഒരുവൻ വളരെ ദരിദ്രനെന്നുമുള്ള സങ്കല്പം, അല്ലെങ്കിൽ ഭൗതികാസ്തിത്വവുമായി ബന്ധപ്പെടുത്തി അതുപോലെയുള്ള ഏതെങ്കിലും അവബോധം തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ശരീരം തന്നെ തെറ്റാണ്, താൽക്കാലികമാണ്. ഭൗതികതയുടെ കുരുക്കുകളിൽ നിന്ന് സ്വതന്ത്രനാകാൻ തയ്യാറെടുക്കുന്ന പവിത്രാത്മാവ് ആദ്യം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സഹവാസം വെടിയണം. ഇപ്പോൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായുള്ള സഹവാസത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ അവബോധം. അതിനാൽ ഭഗവത്ഗീതയിലും ഇതേ തത്വം പ്രതിപാദിച്ചിരിക്കുന്നു. ജിതസംഘദോഷ എന്നാണ് ഗീതാ ഉപദേശം. ഒരുവൻ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ കളങ്കിത സമ്പർക്കങ്ങളിൽ നിന്ന് മോചിതനാകണമെന്ന് ഇവിടെ ശ്രീമദ് ഭാഗവതത്തിലും അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. തന്നെ ആധ്യാത്മിക രാജ്യത്തേക്ക് പറിച്ചു നടുവാൻ സ്വയം തയ്യാറെടുക്കുന്ന പരിശുദ്ധ ഭക്തൻ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പിടിയിൽ നിന്ന് വിടുതൽ നേടണമെന്ന്. നമ്മൾ അത്തരത്തിലുള്ള ഭക്തന്മാരുടെ സഹവാസം തേടണം. ഈ ആവശ്യത്തിലേക്കാണ് നമ്മൾ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ആരംഭിച്ചത്. ചില പ്രത്യേക തരത്തിലുള്ള വിദ്യാഭ്യാസമോ അവബോധമോ വികസിപ്പിക്കുന്നതിന് ഇവിടെ അനവധി വാണിജ്യ ശാസ്ത്രീയ സമിതികളും മറ്റുമുണ്ട്. പക്ഷേ ഒരുവനെ ഭൗതിക കളങ്കങ്ങളുടെ സമ്പർക്കങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് സഹായിക്കുവാൻ ഒരു സമിതിയുമില്ല.
ഒരുവൻ ഈ ഭൗതിക മാലിന്യത്തിൽ നിന്ന് മോചിതനായേ തീരൂ എന്ന ഘട്ടം വരെ എത്തുന്നുവെങ്കിൽ അവന് കൃഷ്ണാവബോധത്തിന്റെ ഉണർവിനു വേണ്ടി മാത്രം പ്രത്യേക സംസ്കാരത്തോടെ പ്രവർത്തിക്കുന്ന കൃഷ്ണാവബോധ സമിതിയിലെ ഭക്തന്മാരുടെ സഹവാസം തേടാവുന്നതാണ്. അതോടെ ഒരുവൻ എല്ലാ ഭൗതിക സഹവാസങ്ങളിൽ നിന്നും മോചിതനാകാൻ കഴിയും. ഒരു ഭക്തൻ ഭൗതിക മാലിന്യങ്ങളുടെ സമ്പർക്ക വൃത്തങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകുന്നതോടെ ഭൗതികാസ്തിത്വത്തിന്റെ ദുഃഖങ്ങൾ അവനെ ബാധിക്കാതാകും. ഭൗതിക ലോകത്തിലാണെങ്കിൽ പോലും ഭൗതിക ലോകത്തിന്റെ ദുഃഖങ്ങൾ അവനെ സ്പർശിക്കുകയേയില്ല. അതെങ്ങനെ സാധിക്കും? ഒരു പൂച്ചയുടെ പ്രവർത്തനങ്ങളിൽ ഇതിനുള്ള ഉദാഹരണമുണ്ട്. പൂച്ച തന്റെ കുട്ടിയെയും ഇരയായി പിടിച്ച എലിയെയും ഒരേ സമയം വായിൽ കടിച്ചു പിടിക്കുന്നു. രണ്ടിനും പക്ഷേ രണ്ട് അനുഭവമാണ്. പൂച്ചക്കുട്ടിക്ക് മാതാവിന്റെ വായിൽ സുഖവും സുരക്ഷിതത്വവും അനുഭവപ്പെടും. എലിക്കാകട്ടെ മരണത്തിന്റെ പ്രഹരമാണ് അനുഭവപ്പെടുക. അതേപോലെ ഭഗവാന് വേണ്ടിയുള്ള അതീന്ദ്രിയ സേവനങ്ങളിൽ മുഴുകിയ കൃഷ്ണാവബോധത്തിലുള്ള ഭക്തന്മാർക്ക് അഥവാ സാധുക്കൾക്ക് ഭൗതിക ദുഃഖങ്ങളുടെ മാലിന്യം അനുഭവപ്പെടാതിരിക്കുകയും അഭക്തന്മാർക്ക് അവ അനുഭവപ്പെടുകയും ചെയ്യും. ആകയാൽ ഒരുവൻ ഭൗതികവാദികളായ വ്യക്തികളുമായുള്ള സഹവാസം ഉപേക്ഷിച്ച് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിട്ടുള്ള വ്യക്തികളോട് സഹവസിക്കണം. അതുമൂലം അവന് ആധ്യാത്മിക പുരോഗതിയുടെ പ്രയോജനം ലഭ്യമാകും. അവരുടെ വാക്കുകളാലും നിർദ്ദേശങ്ങളാലും അവന് ഭൗതിക ആസക്തിത്വത്തിന്റെ ആസക്തികൾ വിച്ഛേദിച്ച് കളയുവാൻ കഴിയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകധാമയ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീ വിശാഖാംബികാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത് രാധാകാന്ത് നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. മുഖം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യീശ്വരം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ കോടി കോടി പ്രണാമം. അപ്പൊ നമ്മള് മൂന്നാമത്തെ സ്കന്ധത്തില് 25-ാമത്തെ അധ്യായത്തില് 24-ാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. കപിലമുനി തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് ഭക്തിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ മൂന്നാമത്തെ സ്കന്ധം. എന്താണ് ഈ മൂന്നാമത്തെ സ്കന്ധത്തില് 25-ാമത്തെ അധ്യായം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അധ്യായമാണ്. ഈ അധ്യായത്തില് അതായത് എന്താണ് ഭക്തി എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താണ് ഭക്തി, ആർക്കാണ് ഭക്തി ചെയ്യാൻ സാധിക്കുക എന്നുകൂടി വളരെ വ്യക്തമായിട്ട് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഭക്തൻ ഭക്തിയെ ഒന്നും കൂടെ ഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്തിയുടെ പാരമ്യത്തിലെത്താൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്
എന്നാണ് ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. നമ്മളെല്ലാവരും ഭക്തിയിൽ മുന്നേറണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയിട്ടാണ് രാവിലെ ഈ സത്സംഗങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഭക്തി മുന്നോട്ട് പോകുന്നുണ്ടോ? നമ്മൾ പരസ്പരം കുറ്റം പറയാനും, അതായത് പ്രഗൽഭ, നമുക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രഗൽഭയിലാണ് ഏർപ്പെടുന്നത് കൂടുതലായിട്ടും. അല്ലെങ്കിൽ എനിക്ക് ആ പ്രഭുവിനെ കണ്ടൂടെ, എനിക്ക് ഈ പ്രഭുവിനെ കണ്ടൂടെ, എനിക്ക് ആ മാതാജീനെ കണ്ടൂടെ, ഈ മാതാജീനെ കണ്ടൂടെ. ഇതല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂർണ്ണമായിട്ടും അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ. ഒരു വ്യക്തിയോടും നമുക്ക് ഒരു തരത്തിലും എന്തുണ്ടാവാൻ പാടില്ല, ഒരു വിദ്വേഷവും ഉണ്ടാവാൻ പാടില്ല. ഈ വിദ്വേഷം നമ്മൾ തന്നെ ഭക്തിയിൽ മുന്നോട്ട് കൊണ്ടുപോകില്ല. ഒരു പക്ഷേ നമുക്ക് താൽക്കാലികമായിട്ട് അതായത് ഞാൻ വലിയ ആളാണ്, നമ്മളിങ്ങനെ വലിയ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കുറച്ചു സമയം മുന്നോട്ട് പോകാൻ സാധിച്ചേക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഭക്തിയിൽ, അതായത് നമ്മുടെ ഭക്തിയെ അതെന്ത് ചെയ്യും? തടസ്സം ചെയ്യും. നമുക്ക് ഉത്തമ ഭക്തി ചെയ്യാൻ സാധ്യമാവില്ല. ഇപ്പൊ നമ്മളൊരു സംഘം എടുക്കുമ്പോൾ, ഇപ്പൊ ഞാനും നിങ്ങളും ഒരു സംഘം എടുക്കുന്ന സമയത്ത് ആരുടെ സംഘം എടുക്കണം എന്ന് നമുക്ക് മനസ്സിലാകണം. നമുക്ക് എല്ലാവരുടെയും സംഘം എടുക്കാൻ പറ്റില്ല. നമ്മൾ സത്സംഗം എടുക്കണം. അസത്സംഗം, അതായത് ഈ ക്വാളിറ്റീസ് ഇല്ലാത്തവരുടെ സംഘം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്തി താഴെ പോകും. അത് പാടില്ല. അപ്പൊ നമുക്ക് എന്തുണ്ടാവണം? ക്വാളിറ്റീസ്, അതായത് ഗുണങ്ങളുള്ളവരുടെ സംഘം എടുക്കാൻ ശ്രമിക്കണം. അതാണ് ഇവിടെ പറയണത്. എന്താണ് കപിലമുനി പറയണത്? തയേത്തെ സാധവ സാധ്വി. സാധവ എന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്തന്മാര്. ഭക്തന്മാരാരാണെന്ന് ഇതിനേക്ക് 2-3 ശ്ലോകം മുൻപ് നിങ്ങൾ പോയിക്കോളൂ. അതായത് 21-ാമത്തെ ശ്ലോകത്തിലേക്ക് പൊക്കോളൂ. അതില് ഭക്തന്റെ ഗുണം വീണ്ടും പറയുന്നുണ്ട്. നമ്മൾ ഭഗവത്ഗീത 15-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 13-14 ശ്ലോകം പറയുന്നു. അതല്ലാതെ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ നിറയെ ഇതിനെ കുറിച്ച് തന്നെയാണ് പറയണത്. ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചും ആരുടെ എല്ലാം സംഘം എടുക്കണം എന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഭാഗവതം പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഭാഗവതം കേൾക്കുന്ന മാത്രയില് ഭാഗവതത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിലും പകർത്താൻ ശ്രമിക്കണം. അത് അത്യാവശ്യമാണ്. നമ്മൾ ഒരു കാര്യം പറയണോ, പ്രവൃത്തി മറ്റൊന്നാകുന്നു എന്ന് വന്നു കഴിഞ്ഞാല് നമുക്കൊരിക്കലും, അതിനെ ഡ്യുവാലിറ്റി എന്ന് പറയും, ദ്വന്ദ്വം എന്ന് പറയും. ഇവിടെ ദ്വന്ദ്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. ശീതോഷ്ണ, ശീതവും ഉഷ്ണവും, അതായത് തണുപ്പും ചൂടും. ഒരു ഭക്തൻ തണുപ്പിനെയും ചൂടിനെയും ഒരേ മാതിരി കാണണം. അതായത് തണുപ്പുണ്ടെങ്കിൽ ചൂടും വരും, ചൂടുണ്ടെങ്കിൽ തണുപ്പും വരും. ഇത് മനസ്സിലാക്കിയിട്ട് സ്ഥിതപ്രജ്ഞനായിട്ട് ആർക്കാണോ ഭക്തി ചെയ്യാൻ സാധിക്കുന്നത് അവരാണ് ദ പെർഫെക്റ്റ് ഡിവോട്ടീസ് എന്ന് പറയാം നമുക്ക്. അപ്പോ ഇതില്, അതായത് ഒരു ഭക്തന്റെ ക്വാളിറ്റീസ് എന്താണ് കപിലമുനി തന്റെ മാതാവായിട്ടുള്ള ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് നോക്കാം നമുക്ക്. തിദിക്ഷവാഹ കാരുണികാഹ സുഹൃത സർവദേഹിനാം. തിദിക്ഷുവ എന്ന് വെച്ച് കഴിഞ്ഞാല് സഹനശക്തിയുള്ളവൻ. തിദിക്ഷുവാഹ കാരുണികാഹ. കാരുണിക എന്ന് വെച്ച് കഴിഞ്ഞാല് ദയയുള്ളവൻ. ഒന്ന് സഹനശക്തിയുള്ളവൻ, മറ്റൊന്ന് ദയയുള്ളവൻ. അടുത്തത് സുഹൃത, ഫ്രണ്ട്ലി, സുഹൃത്ത്. ആരുടെയാണ് സുഹൃത്ത്? സർവദേഹിനഃ, എല്ലാ ദേഹികളുടെയും. അത് മനുഷ്യന്മാര് മാത്രമല്ല, 84 ലക്ഷം ജീവജാലങ്ങളുടെയും സുഹൃത്തായിരിക്കണം ഒരു ഭക്തൻ. തിദിക്ഷുവാഹ കാരുണികാഹ സുഹൃത സർവദേഹിനാം. അജാതശത്രുവോ. അജാതശത്രു എന്ന് വെച്ച് കഴിഞ്ഞാല് ആരോടും ശത്രുതയില്ലാത്തവൻ. അജാതശത്രുവോ ശാന്ത. ശാന്ത എന്ന് വെച്ച് കഴിഞ്ഞാല് ആരാണോ ശാസ്ത്രത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ. ശാന്ത എന്ന് വെച്ച് കഴിഞ്ഞാല്
സാധവ ആണ് ശാസ്ത്രത്തെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്നവൻ. ശാന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയാലു, സമാധാന പ്രിയൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം തിദിക്ഷുവാഹ. തിദിക്ഷുവാഹ എന്ന് വെച്ച് കഴിഞ്ഞാല് സഹനശക്തിയുള്ളവൻ. തിദിക്ഷുവാഹ, ഈ ശ്ലോകം നിങ്ങൾ പഠിച്ചു വെച്ചോളൂട്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഒന്ന് കോട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഭക്തന്റെ ക്വാളിറ്റീസുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ശ്ലോകങ്ങളെല്ലാം കോട്ട് ചെയ്യാൻ സാധിക്കണം. ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ഒരു ഭക്തന്റെ ക്വാളിറ്റി, ഉടനെ തന്നെ നിങ്ങൾ 12-ാമത്തെ അധ്യായത്തിന് 13-14 ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുക്കൂ. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകത്തില്, അത് കഴിഞ്ഞാൽ വീണ്ടും പോകൂ ഇവിടേക്ക് ഭഗവത്ഗീതയിലേക്ക് 10-ാമത്തെ അധ്യായത്തിലേക്ക് പോകൂ. അവിടെ ഭഗവാനോട് പ്രിയപ്പെട്ടവര് തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യനമാ ഉപയാന്തിതേ. അങ്ങനെ ആ 4 ചതുർശ്ലോകിയിലേക്ക് പോകൂ. ഇത് ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ, അവരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരൂ. നമ്മുടെ ആവശ്യം അതാണ്. ശ്രീല പ്രഭുപാദ് ഈ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ബ്രാഹ്മണന്മാരെ. ഹരേ കൃഷ്ണ. അതായത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ശ്രീല പ്രഭുപാദ് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രാഹ്മണിക്കൽ ക്വാളിഫിക്കേഷൻ അല്ല, ബ്രാഹ്മണന്മാരുടെ ഗുണമുള്ള ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതായത് അധികൃത പ്രഭു ആരോ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോ നമ്മള് ഭക്തി വളരെ ശ്രദ്ധയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ഭക്തനില് ചില ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. ആ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയണത്. തിദിക്ഷുവാഹ കാരുണികാഹ സുഹൃത സർവദേഹിനാം. ചൊല്ലിക്കോളൂ, പഠിച്ചോളൂ ഇത് കേട്ടോ. തിദിക്ഷുവാഹ കാരുണികാഹ സുഹൃത സർവദേഹിനാം. നിങ്ങൾ ഓരോരോ വാക്കുകളും, അതായത് ഓരോരോ വേർഡും എടുത്ത് പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ വേർഡ് എന്താണ്? തിദിക്ഷുവാഹ. അതിന്റെ അർത്ഥം എന്താണ്? സഹനശക്തിയുള്ളവൻ. തിദിക്ഷുവാഹ കാരുണികാഹ. കാരുണിക എന്ന് വെച്ച് കഴിഞ്ഞാല് ദയാലു. അപ്പോ തിദിക്ഷുവാഹ കാരുണികാഹ സുഹൃദ, എല്ലാവരോടും സൗഹൃദത്തോടു നിൽക്കുന്നവൻ. ആരോടൊക്കെയാണ്? സർവദേഹിനാം, എല്ലാ ജീവജാലങ്ങളോടും. നമ്മുടെ ഒരു മഹാരാജ് ഉണ്ട്, വളരെ സീനിയർ മഹാരാജാണ്. അദ്ദേഹം എ സി ഒന്നും ഉപയോഗിക്കാറില്ല. പുള്ളി നോർമൽ ഫാൻ അല്ലെങ്കിൽ ഫാൻ ഇല്ലാതെ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊതുകടിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതേമാതിരി ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യും. ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ പോർഷൻ മാത്രം എടുക്കും. എന്നിട്ട് കൊതുകടിക്കുമ്പോൾ ഈ ബോട്ടിൽ വെച്ചിട്ട് ആ കൊതുവിനെ മൂടും. കൊതുവിനെ മൂടിയിട്ട് തന്റെ ശിഷ്യനെ വിളിച്ചിട്ട് ഈ കൊതുവിനെ വെളിയിൽ കൊണ്ടുപോയിട്ട് കളയും. അദ്ദേഹം ഇതിനൊരു ഉദാഹരണമാണ്. ഇതാണ് ഭക്തന്റെ ഗുണങ്ങൾ എന്ന് പറയണത്. അപ്പോ തിദിക്ഷുവാഹ കാരുണികാഹ സുഹൃത സർവദേഹിനാം അജാതശത്രുവോ ശാന്ത. അദ്ദേഹത്തിന് ഒരു ശത്രുവുമില്ല. അജാതശത്രുവോ ശാന്ത. ശാന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാന പ്രിയൻ. സാധവ. സാധവ എന്ന് വെച്ച് കഴിഞ്ഞാല് സകല ശാസ്ത്രങ്ങളെയും ഫോളോ ചെയ്യുന്നവൻ. അജാതശത്രുവോ ശാന്ത സാധവ സാധുഭൂഷണ. ഇതാണ് ഒരു ഭക്തന്റെ
സ്വഭാവ സവിശേഷതകള്. പിന്നെ നമ്മൾ ബ്രാഹ്മണന്മാരുടെ സ്വഭാവ സവിശേഷതകളിലേക്ക് പോകുമ്പോൾ 18-ാമത്തെ അധ്യായത്തില്, ശ്രീമദ് ഭഗവത്ഗീത 18-ാമത്തെ അധ്യായത്തില് 42-ാമത്തെ ശ്ലോകത്തിലേക്ക് പൊക്കോളൂ നിങ്ങൾ. അവിടെ എന്താണ് പറയണത്? ബ്രാഹ്മണന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആർക്കെങ്കിലും അറിയോ ആ ശ്ലോകം? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പറയണം. ശമോ ദമസ്തവ ശൗചം ശാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ഹരേ കൃഷ്ണ വെരി പ്രഭു. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് നോക്കിയിട്ട് വായിച്ചത് അതോ അറിയാമായിരുന്നു? അറിയാമായിരുന്നു പ്രഭു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെയാണ് നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ. അപ്പോ ക്ഷമാദമസ്തഭാ ശൗചം ശാന്തിർ ആർച്ചവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ഭഗവാൻ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതാണ് ബ്രാഹ്മണന്റെ ക്വാളിറ്റീസ്. ഈ ബ്രാഹ്മണിക്കൽ ക്വാളിഫിക്കേഷൻ എല്ലാം ഒരു ഭക്തനിൽ ഉണ്ടാകും. ക്ഷമാദമസ്തഭാ ശൗചം, അതായത് ക്ഷമിക്കുക. ഈ എല്ലാ ക്വാളിറ്റീസും ഒരു ഭക്തനായി കഴിഞ്ഞാൽ ഭക്തനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ സംഘം നമ്മൾ എടുക്കണം എന്നാണ് ദേവഹൂതിയോട് കപിലമുനി ഉപദേശിക്കുന്നത്. അതായത് സംഘമെടുക്കുമ്പോൾ എല്ലാവരുടെയും സംഘം എടുക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളവരാണ്. എന്താന്ന് വെച്ചാൽ 3 തരത്തിലുള്ള ഭക്തന്മാരുണ്ട്: കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി. അപ്പൊ നമ്മളെ ഉദ്ദേശിച്ചോളൂ, നമ്മുടെ ഒരു ആഗ്രഹം എന്ന് വെച്ചോളൂ, നമ്മൾ ഒരു പ്യുവർ ഡിവോട്ടിയാണ്, ഞാൻ ഒരു ഉത്തമ ഭക്തനാണ്. അപ്പൊ ഉത്തമ ഭക്തന്മാർ കനിഷ്ഠാധികാരിയുടെ സംഘം എടുക്കില്ല, പക്ഷെ കനിഷ്ഠാധികാരിക്ക് സംഘം കൊടുക്കും. ആ കനിഷ്ഠാധികാരിയെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മനസ്സിൽ അവർക്ക് വേണ്ടിയിട്ട് അവരോട് എന്ത് പറയണു? ഒബീസിയൻസസ്. മനസ്സിൽ അവർക്ക് സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു, മനസ്സിൽ കേട്ടോ. നേരെ മറിച്ച് ഒരു കനിഷ്ഠാധികാരി ഉത്തമാധികാരിയോ മധ്യമാധികാരിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനടി എന്ത് ചെയ്യണം? സാഷ്ടാംഗം പ്രണമിക്കണം. നമ്മൾ ഭക്തന്മാരിൽ ഇപ്പോ കുറച്ച് ഹെറ്റിക്കേറ്റ്സ്, ഇത് വൈഷ്ണവ ആചാരങ്ങളാണ്. ഈ വൈഷ്ണവ ആചാരങ്ങളിൽ നമ്മൾ ദൂരെ നിന്നൊരു വൈഷ്ണവ ഭക്തനെ കണ്ടു കഴിഞ്ഞാൽ സാഷ്ടാംഗം നമസ്കരിക്കണമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ ഈ ദൂരെ നിന്ന് കാണുന്ന വ്യക്തി, അതൊരു കനിഷ്ഠാധികാരിയാണെങ്കിൽ കനിഷ്ഠാധികാരിയെ എങ്ങനെ നമ്മൾ നമസ്കരിക്കണം, അല്ലെങ്കിൽ അവരെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, അല്ലെങ്കിൽ അവരെ എങ്ങനെ വെൽക്കം ചെയ്യണം എന്നുള്ളത് ശാസ്ത്രങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക്. ഇപ്പൊ ഒരു മധ്യമാധികാരികളെ കണ്ടു കഴിഞ്ഞാൽ അവർ പരസ്പരം പുണർന്നുകൊണ്ട് അല്ലെങ്കിൽ ആശ്ലേഷിച്ചുകൊണ്ട് പരസ്പരം സാഷ്ടാംഗം നമസ്കാരം ചെയ്തുകൊണ്ട് അവരുമായിട്ട് ഇടപഴകുന്നു. അപ്പൊ അങ്ങനെ ഓരോരോ ഭക്തന്മാരും ഓരോരോ തരത്തിലാണ് നമ്മൾ അവരോട് ഇടപഴകേണ്ടത്. എന്ന് കരുതിയിട്ട് അവരെ റിജക്ട് ചെയ്യാതെ, ഇത് കനിഷ്ഠാധികാരിയാണ് ഞാൻ റിജക്ട് ചെയ്യുന്നു, ഇതല്ല. അവർക്ക് മനസ്സിൽ നമ്മൾ എന്ത് കൊടുക്കണം? അവർക്ക് മനസ്സിൽ അവരോടുള്ള ബഹുമാനം നമ്മുടെ മനസ്സിൽ നിന്നും വരണം, മനസ്സിലിരിക്കണം തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗ്രീറ്റ് ചെയ്യേണ്ടത് ഡിവോട്ടീസിനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഡിവോട്ടീസിനെ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരെയും കണ്ടിട്ട് ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? ഇത് സീനിയർ ആണോ, ജൂനിയർ ആണോ, അല്ലെങ്കിൽ ഇത് കനിഷ്ഠനാണോ, മധ്യമയാണോ, ഉത്തമയാണോ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ശ്രീല പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് തന്നെ ശ്രീമദ് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു നമുക്ക്. അവനില് ചില ക്വാളിറ്റീസ്, ഭക്തന്മാർക്ക് 26 ഗുണങ്ങളുണ്ട്. ഭക്തന്മാരുടെ 26 ഗുണങ്ങളെ കുറിച്ചിട്ട്
ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നുണ്ട്. ശ്രീ രൂപ ഗോസ്വാമി വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് എന്തൊക്കെയാണ് ഈ 26 ക്വാളിറ്റീസ് എന്ന്. നമ്മൾ ശാസ്ത്രങ്ങള് പഠിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വ്യക്തിയുടെ ക്വാളിറ്റി എന്താണ്, ഈ വ്യക്തിയുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് അവിടെ ഡിസ്ക്രിമിനേഷൻ, അതായത് അവരെ തരംതിരിച്ച് കാണാൻ സാധിക്കും. ഇത് മധ്യമാധികാരിയാണ്, ഉത്തമാധികാരിയാണ്, അല്ലെങ്കിൽ കനിഷ്ഠാധികാരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവരോട് വേറൊരു രീതിയിലല്ല നമ്മൾ പെരുമാറേണ്ടത്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ എങ്ങനെയാണ് ഒരു വൈഷ്ണവനോട് പെരുമാറേണ്ടത് എന്ന് വൈഷ്ണവ ആചാരങ്ങളുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പെരുമാറണം. അപ്പൊ നമ്മൾ ചിലരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സീനിയർ ആണ്, ഞാൻ മുണ്ടില്ല, എന്നോട് വന്നിട്ട് അവർ മുണ്ടട്ടെ, ഇതൊന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്, തിദിക്ഷുവാഹ കാരുണികാഹ സുഹൃത സർവദേഹിനാം അജാതശത്രോ ശാന്ത സാധവ സാധുഭൂഷണ. ഇതാണ് ഭൂഷണം. നമ്മൾ ഒരുപാട് മാതാജീസ് എല്ലാം ഒരുപാട് ഗോൾഡ് ചെയിൻ ഇടാറുണ്ട്. അതൊരു ഭൂഷണമാണ്. തീർച്ചയായിട്ടും അവരുടെ ഭൗതിക ശരീരത്തിന്റെ ഒരു ഭൂഷണമാണ് ഈ ചെയിനുകളും ഇതെല്ലാം. പക്ഷെ അവരുടെ ആത്മീയ ശരീരത്തിന്റെ ഭൂഷണമാണ് അവരെങ്ങനെയാണ് മറ്റൊരുത്തിനോട് പെരുമാറുന്നത് എന്ന് അത് കാണിച്ചു തരും. അതാണ് അവരുടെ ഭൂഷണം. അപ്പോ സാധവന്റെ ഭൂഷണം, സാധുഭൂഷണ, ഒരു സാധുവിന്റെ ഭൂഷണം എന്താണെന്ന് ഈ ശ്ലോകം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ഇങ്ങനെയുള്ള സാധുക്കളുടെ സംഘമെടുക്കാനാണ് കപില മുനി തന്റെ മാതാവായിട്ടുള്ള ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും സംഘം എടുക്കുന്നുണ്ട്. ഈ സംഘത്തില് നമ്മള് ഓരോരുത്തരുടെ സംഘം എടുക്കുന്ന ഓരോരോ ഡിവോട്ടീസിനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോരോ ഡിവോട്ടീസിനും ഓരോരോ ഭക്തന്മാർക്കും ഓരോരോ പ്രത്യേക ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ആ പ്രത്യേക ഗുണങ്ങള് നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കണം. അതായത് നല്ല ഗുണങ്ങള്, ആ പ്രത്യേക നല്ല ഗുണങ്ങൾ നമ്മൾ എടുക്കണം. അതിനെ ഇൻവൈബ് ചെയ്യുക എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ ആ ക്വാളിറ്റീസ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇല്ല എങ്കിൽ, ഉണ്ടെങ്കിൽ വളരെ നല്ലത്, അത് കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോ ഈ ശ്ലോകങ്ങളെല്ലാം നമുക്ക് വെറുതെ, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയില് ചില ശ്ലോകങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം, അതായത് 700 അതിലുള്ള 700 ശ്ലോകങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ചില പെക്യൂലിയർ ശ്ലോകങ്ങള് അത് നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ആയിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. അത് കോമൺ ആയിട്ട് ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് ഇതേമാതിരി എല്ലാവർക്കും ഉണ്ട്. ആളുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള ചില ദോഷങ്ങളുണ്ട്, അതെല്ലാം ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് മാറിപ്പോകും. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയണത് എന്താന്ന് വെച്ചാൽ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വൃജ അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ സുജ. നിങ്ങൾ സർവധർമ്മങ്ങളെയും നിരാകരിച്ചുകൊണ്ട്, അതായത് സർവധർമ്മം പരിത്യജിച്ചുകൊണ്ട്, സർവധർമ്മങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് ഭഗവാനിൽ ശരണം പ്രാപിക്കൂ. അങ്ങനെ നിങ്ങൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ സകല പാപങ്ങളെയും ഞാൻ ഇല്ലാതെയാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോ സംഘം എടുക്കേണ്ട കാര്യമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സാധവ സാധ്വി സർവസംഘ വിവർജിത. സർവസംഘങ്ങളിൽ നിന്നും വിവർജിക്കണം. അതായത് അസത്സംഘം ഉണ്ടാവാനേ പാടില്ല. സർവസംഘ വിവർജിത. സംഘസ്തേഷ്വതത്തെ പ്രാർത്ഥ്യ. പ്രാർത്ഥ്യ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എടുക്കണം, സംഘം വിവർജിക്കണം, അതേമാതിരി സംഘം എടുക്കണം. ആരുടെ സംഘമാണ് എടുക്കേണ്ടത്? ആരാണോ ഭൗതിക ആഗ്രഹങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നത് അവരുടെ സംഘം എടുക്കണം.
അതായത് വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മള് ഒരു ഭക്തന്റെ സംഘം എടുത്തു കഴിഞ്ഞാല്, ഒരു ഉത്തമ ഭക്തന്റെ സംഘം എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഭൗതിക ആസക്തികള് ഇല്ലാതെയായി തീരും. അതായത് ഭൗതിക ആസക്തികളുടെ ആ ആക്രമണമില്ലാതെയായി തീരും. നമ്മൾ ഈ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഈ ആഗ്രഹങ്ങള് ഇല്ലാതെയായിത്തീരും ഒരു സാധുവിന്റെ, ഒരു ഉത്തമ ഭക്തന്റെ സംഘമെടുക്കുന്നതിന്റെ ഫലമായിട്ട് ഭൗതികതയോട് നമുക്ക് വിരക്തി ഉണ്ടാവും. ഞാനൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രാമാനുജരുടെ, ശ്രീ സമ്പ്രദായത്തിലുള്ള ആചാര്യനായിട്ടുള്ള രാമാനുജരുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവ്വ ചരിത്രം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹത്തിന്റെ ഭാര്യയോട് വളരെയധികം, അതായത് ആ ഭാര്യയുടെ ശരീരത്തിനോട് വളരെയധികം ആകർഷണനായിരുന്നു, അല്ലെങ്കിൽ ആ ശരീരത്തോട് വളരെയധികം അറ്റാച്ച്മെന്റ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഭാര്യയ്ക്ക് കൊട ചൂടിക്കൊടുത്തുകൊണ്ട് ഭാര്യയുടെ അഴക് രസിച്ചു കൊണ്ടുപോവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. നല്ലൊരു പേരാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. ഓർമ്മയില്ല. അപ്പൊ ഇദ്ദേഹം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഭാര്യയും കൂടി പോകുന്ന സമയത്ത് ഭാര്യയ്ക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ട്, ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട്, ഭാര്യയുടെ മുഖത്തും മറ്റും കണ്ണുകൾ മാത്രം വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം യാത്ര ചെയ്യുക. അങ്ങനെ ഒരു ദിവസം ശ്രീ രംഗനാഥന്റെ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. രംഗനാഥൻ തെരുവിലൂടെ, അതായത് തെരുവീതിയിൽ വരുന്നൊരു ഇതുണ്ട്. അങ്ങനെ രംഗനാഥൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇയാളും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇയാള് പോകുമ്പോൾ രംഗനാഥനെ അല്ല നോക്കിക്കൊണ്ടിരുന്നത്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സൗന്ദര്യമാണ് ആസ്വദിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്ത് കാവേരിയിൽ നിന്നും സ്നാനം ചെയ്തുകൊണ്ട് രാമാനുജാചാര്യനും ശിഷ്യന്മാരും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ രാമാനുജാചാര്യ പെട്ടെന്ന് ഈ സീൻ കണ്ടു. അതായത് ഈ ആള് തന്റെ ഭാര്യ, അതായത് രംഗനാഥൻ വന്നുകൊണ്ടിരിക്കുകയാണ്, രംഗനാഥനെ അല്ല നോക്കുന്നത്, തന്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പോ രാമാനുജാചാര്യർ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇത്രയും ആകൃഷ്ടനായിരിക്കുന്നത്, എന്തേ നിങ്ങൾ ഭാര്യയുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുന്നെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യയേക്കാൾ സുന്ദരമായിട്ടുള്ള ഒരു വസ്തുക്കളും ഈ ലോകത്തിലില്ല. എത്ര സുന്ദരമായിരിക്കും നോക്കൂ, എന്റെ ഭാര്യയുടെ കണ്ണുകൾ നോക്കൂ, എന്റെ ഭാര്യയുടെ പുരികം നോക്കൂ, എന്റെ ഭാര്യയുടെ മൂക്ക് നോക്കൂ. ഇതെല്ലാം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, വിവരിച്ചു കൊടുക്കുകയാണ് രാമാനുജാചാര്യർക്ക്. അപ്പൊ രാമാനുജാചാര്യർ ചോദ്യം ചോദിച്ചു, ഇതിനേക്കാൾ സൗന്ദര്യമുള്ള ഒന്ന് ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാല് നിങ്ങൾ എന്തു ചെയ്യുമെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഞാൻ എന്റെ ഭാര്യയുടെ സൗന്ദര്യത്തിനേക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ളതിനെ കണ്ടു കഴിഞ്ഞാല് ഞാൻ അതിന് അടിമയായിത്തീരും, ആ സൗന്ദര്യത്തിന് അടിമയായിത്തീരും എന്ന് പറയും. അപ്പൊ രാമാനുജാചാര്യർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇന്ന് രാത്രി നിങ്ങള് രംഗനാഥന്റെ സന്നിധിയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ രാത്രി ഈ വ്യക്തി രംഗനാഥന്റെ സന്നിധിയിലേക്ക് പോകുന്നു. രാമാനുജാചാര്യര് രംഗനാഥന്റെ സ്പെഷ്യൽ ദർശനം
ആർക്ക് കൊടുക്കുന്നു? ഈ വ്യക്തിക്ക് കൊടുക്കുന്നു. ആ രംഗനാഥനെ കണ്ടപ്പോൾ ഭഗവാനെ കൺതുടുമ്പോ തന്നെ ആ തേജസ് കണ്ട്, ആ ഭഗവാന്റെ മുഖം, ആ താമര മുഖം കണ്ട്, ആ താമര കണ്ണുകളുള്ള മുഖം കണ്ടിട്ട് ഭഗവാനിൽ പൂർണ്ണമായിട്ടും ആകൃഷ്ടനായി ആ വ്യക്തി. അപ്പോ സംഘം വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാമാനുജാചാര്യരുടെ സംഘം കിട്ടിയത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് രംഗനാഥന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ രംഗനാഥന്റെ സൗന്ദര്യം കാണാൻ സാധിച്ചത് ഒരു ഉത്തമ ഭക്തന്റെ സംഘം കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഉത്തമ ഭക്തന്മാരുടെ സംഘമെടുത്ത് ഭഗവത് ഭക്തിയിൽ മുന്നേറേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എൻജോയ് ചെയ്യാനല്ല. ഈ ഭൗതിക ലോകത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജനനം മരണത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ജനന മരണങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സേവനത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മനുഷ്യ ജന്മം തന്നിരിക്കുന്നത്. വിവേചന ബുദ്ധിയോട് കൂടിയിട്ട് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട് ഈ ജനന മരണങ്ങളിൽ നിന്നും മോചിതരാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വീണ്ടും വീണ്ടും ഈ 84 ലക്ഷം ജീവജാലങ്ങളിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടല്ല നമുക്ക് മനുഷ്യജന്മം തന്നിരിക്കുന്നത്. ഈ മനുഷ്യജന്മം നമുക്ക് തന്നിരിക്കുന്നത് വളരെ വിരളമാണ്. മനുഷ്യജന്മവും 4 ലക്ഷാണി മാനുഷ, 4 ലക്ഷം മനുഷ്യന്മാരേ ഉള്ളൂ. നിങ്ങൾ ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 30 ലക്ഷം സ്ഥാവര ജംഗമങ്ങളുണ്ട്. ജലജാൻ അവലക്ഷാണ്, ജലത്തില് 9 ലക്ഷം ഉണ്ട്. സ്ഥാവര ലക്ഷവിംശതി ക്രമയോ രുദ്രസംഖ്യാഹ, 11 ലക്ഷം ഉരകവർഗങ്ങളുണ്ട്. അപ്പൊ ഈ 84 ലക്ഷം ജീവജാലങ്ങളില് വെറും 4 ലക്ഷം മാത്രമേ മനുഷ്യന്മാരുള്ളൂ. ആ മനുഷ്യന്മാരില് 4 ലക്ഷം മനുഷ്യന്മാരില് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ വിവേചന ബുദ്ധി കിട്ടിയിട്ടുള്ളൂ. ആ വിവേചന ബുദ്ധി കിട്ടിയിട്ടുള്ളവരില് നമ്മളും കുറച്ചാളുകളാണ്. ആ വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മള് ഈ ഞാൻ ആരാണ്, അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയും അതിന്. അതാതോ ബ്രഹ്മജിജ്ഞാസ. ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ ശരീരം ത്യജിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നു എന്നതിനെ കുറിച്ചിട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള അറിവ് നേടാൻ വേണ്ടി ശ്രമിക്കണം നമ്മളെല്ലാവരും. അതാണ് അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയണത്. അത് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും ആ അറിവ് ലഭിക്കും. അത് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് സ്ക്രൂട്ടിനൈസിംഗ്ലി പഠിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് ഭഗവത് ധാമത്തിലേക്ക്, അതായത് ജനന മരണങ്ങളിൽ നിന്നും മോചിതരായിട്ട് ഭഗവത് ധാമത്തിലേക്ക് പോയിട്ട് ഭഗവാന്റെ ലീലകളില് ഇറ്റേണൽ ആയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ സാധിച്ചേക്കും. അതാണ് ഈ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം, ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഈ നമ്മളെന്താണ്, ആഹാര നിദ്ര ഭയമൈഥുനാംശ അല്ല. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, കുട്ടികളെ ഉണ്ടാക്കുക, വഴക്കടിക്കുക, ഇതല്ല. നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ജീവിത ലക്ഷ്യം ഭഗവാന്റെ ധാമത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓരോരുത്തരും, നമുക്കെല്ലാവർക്കും എന്താണ്, പുനർജന്മത്തിൽ വിശ്വാസമുണ്ട്. അപ്പൊ ഈ പുനർജന്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ 84 ലക്ഷം ജീവജാലങ്ങളുടെ യോനികളിലൂടെ നമ്മൾ വീണ്ടും യാത്ര ചെയ്യേണ്ടി വരും. ഈ ജന്മം നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല എങ്കിൽ. അതിനു വേണ്ടിയിട്ടാണ് ഭക്തന്മാര് ഓരോരോ കൂട്ടായ്മകള്, അനന്തപത്മനാഭ സംഘം, സാധു സംഘം, അങ്ങനെ ഓരോരോ സംഘത്തിലൂടെ അല്ലെങ്കിൽ ഓരോരോ ഗ്രൂപ്പിലൂടെ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇതാണ്. അതും പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ശ്രീല പ്രഭുപാദന്റെ ഒരു സമ്പ്രദായത്തിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളവരാണ്. ബ്രഹ്മമാധവ ഗൗഡീയ സമ്പ്രദായത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും.
അപ്പൊ നമ്മുടെ ജീവിതം എന്തിനാണ്, എന്തിന് ഞാൻ ജനിച്ചു, ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാവണം. അല്ലാതെ ആഹാരനിദ്ര ഭയമൈതുനാംശയ്ക്ക് വേണ്ടിയിട്ടാവരുത്. അത് സാധാരണ നാൽക്കാലികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. ആഹാരനിദ്ര ഭയമൈതുനാംശ സാമാന്യമേത പശുവീനരാണാം. അവിടെ വിശേഷമായിട്ടുള്ള ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിവേചന ബുദ്ധി തന്നിട്ടുണ്ട് മനുഷ്യന്മാർക്ക്. ആ വിവേചന ബുദ്ധി നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഭഗവത് ഭക്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പോകാം. ആ ഭഗവത് ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചില ക്വാളിറ്റീസ് ഉള്ള ആളുകളുടെ സംഘം എടുക്കണം. ആ ക്വാളിറ്റീസ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇൻവൈബ് ചെയ്യണം. അങ്ങനെ ഇൻവൈബ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തമ ഭക്തന്മാരാവാം. എന്നിട്ട് നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് ചെന്നു ചേരാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ?